ഇന്ത്യയുടെ വലിയ ആരാധകനാണ് ഞാൻ. മോദിയുടെ കീഴിൽ രാജ്യത്തിന്റെ പരിവർത്തനം അവിശ്വസനീയം. ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രശംസിച്ച് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പറഞ്ഞ വാക്കുകളാണിത്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. അതെ, പണ്ട് ഇന്ത്യ വിമർശിച്ച രാജ്യങ്ങൾ പോലും ഇപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷം പ്രശംസിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 12 വർഷത്തിൽ മോദി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത്രത്തോളമാണ്. ഇന്ന് പല ലോക നേതാക്കളും മോദിയുടെ ആരാധകനാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയും അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഓക്ലാൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലാൻഡ് ബിസിനസ് ആൻഡ് സ്പോർട്സ് എൻഗേജ്മെന്റ് ഇവന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1990കളിൽ യൂണിലിവറിൽ ജോലി ചെയ്യുമ്പോൾ ഇന്ത്യ സന്ദർശിച്ചതിനെ കുറിച്ചും ലക്സൺ ഓർമ്മ പുതുക്കി. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, ഞാൻ വളരെ കാലമായി ഇന്ത്യയുടെ ഒരു വലിയ ആരാധകനാണ്. ഞാൻ ആദ്യമായി ഇന്ത്യയിൽ പോയത് എന്റെ 20കളുടെ മധ്യത്തിലാണ്. അന്ന് ഞാൻ യൂണിലിവർ എന്ന കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇന്ത്യയിലെ മുൻനിര കമ്പനികളിൽ ഒന്നായിരുന്നു ഹിന്ദുസ്ഥാൻ ലിവറിന്റെ ഭാഗമായിരുന്നു. 90കളുടെ മധ്യത്തിലായിരുന്നു അത്. അന്ന് ആളുകൾക്ക് ദിവസക്കൂലി നാണയമായി കയ്യിൽ കിട്ടുമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 250 ദശലക്ഷം ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയത് എനിക്ക് വളരെ കൗതുകകരമാണ്. ഇപ്പോൾ 440 ദശലക്ഷം ആളുകൾ ഇത്തരം വിഭാഗത്തിലുണ്ട്. ദശകത്തിന്റെ അവസാനമാകുമ്പോഴേക്കും ഇത് 750 ദശലക്ഷമായി ഉയരും. ഇതൊരു അവിശ്വസനീയമായ പരിവർത്തനമാണെന്നാണ് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി പറഞ്ഞത്. പലതവണ ഇന്ത്യ സന്ദർശിച്ച ഒരാളെന്ന നിലയിൽ താഴ്ന്ന വരുമാനത്തിൽ നിന്ന് ഇടത്തരം വരുമാനത്തിലേക്കും തുടർന്ന് ഉയർന്ന വരുമാനത്തിലേക്കുമുള്ള ആളുകളുടെ മാറ്റം കാണുന്നത് വളരെ പ്രചോദനകരവും ആവേശവുമാണ്. ഈ പരിവർത്തനം അവിശ്വസനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ വ്യവസായികളുടെ പ്രതിനിധികൾക്കൊപ്പം ന്യൂസിലാൻഡ് സന്ദർശിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്റ്റഫർ ലക്സൺ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്റെ വളരെ നല്ല സുഹൃത്തായ പ്രധാനമന്ത്രി മോദിയെ ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. എന്റെ സുഹൃത്തെ, ഇത്രയും ദുരിതം താണ്ടി ന്യൂസിലാൻഡിലേക്ക് വന്നതിനും ഞങ്ങളുടെ വ്യവസായികളുമായി സമയം ചെലവഴിച്ചതിനും ഇന്ത്യൻ വ്യവസായികളെ കൊണ്ടുവന്നതിനും നന്ദി. നമുക്ക് എങ്ങനെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താമെന്ന് ചർച്ച ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷി, ഭക്ഷ്യവസ്തുക്കൾ, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ വലിയ അവസരങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 14 ലക്ഷം വരുന്ന ഇന്ത്യൻ സമൂഹം കൂടുതൽ സമ്പന്നരാകുമ്പോൾ നമുക്ക് അവർക്ക് വിൽക്കാൻ ഭക്ഷ്യവസ്തുക്കളും ഉൽപ്പന്നങ്ങളുമുണ്ട്. നമുക്ക് ടൂറിസം അനുഭവങ്ങളും നൽകാൻ കഴിയും. നമ്മുടെ കൈവശം മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. സാങ്കേതിക വിദ്യയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകും. ഇന്ന് രാവിലെ ഞാൻ പ്രധാനമന്ത്രിയെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മളൊരു കാർഷിക രാജ്യം എന്ന നിലയിൽ അറിയപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ലോകത്തിലെ 3ാമത്തെ വലിയ റോക്കറ്റ് ലോഞ്ചർമാരാണ്. അതിനാൽ നമുക്ക് സഹകരിക്കാൻ ധാരാളം മേഖലകൾ ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.